ജീവിതത്തിലെ പ്രശ്നങ്ങളിൽ നിന്നും ഒളിച്ചോടാൻ ചില മനുഷ്യർ ആത്മഹത്യ ചെയ്യാറുണ്ട്. എന്നാൽ സ്കോട്ട്ലൻഡിലെ വെസ്റ്റ് ഡൺബാർട്ടൺഷെയറിൽ മനുഷ്യർ മാത്രമല്ല നായകളും ആത്മഹത്യ ചെയ്യാറുണ്ട്. സ്കോട്ട്ലൻഡിലെ വെസ്റ്റ് ഡൺബാർട്ടൺഷെയർ മേഖലയിലാണ് കുപ്രസിദ്ധമായ ഒരു പാലമുള്ളത്. 1950 ശേഷം മാത്രം ഈ പാലത്തിന് താഴെയുള്ള കൊക്കയിലേക്ക് ഏതാണ്ട് 700ഓളം നായകൾ ചാടിയിട്ടുണ്ട്. ഇതിൽ 50-ലേറെ നായകൾ മരണത്തിന് കീഴടങ്ങി. 600-ലേറെ നായകൾ പരിക്കുകളോടെ രക്ഷപ്പെട്ടു. പക്ഷേ അപ്പോഴും ചോദ്യമുയരുന്നത് എന്തുകൊണ്ടാണ് നായ്ക്കൾ മാത്രം ഈ പാലത്തിന് മുകളിലെത്തുമ്പോൾ താഴേക്ക് ചാടുന്നത് എന്നാണ്. അതിനാലാണ് പാലത്തിന് നായകളുടെ ആത്മഹത്യാ പാലം എന്ന പേരും ലഭിച്ചത്. 1895-ലാണ് ഈ പാലം നിർമ്മിക്കപ്പെട്ടതെങ്കിലും 1950 ശേഷമാണ് നായ്ക്കളുടെ ഈ ആത്മഹത്യാ പ്രവണത ശ്രദ്ധയിൽപ്പെട്ടത്. മൃഗവിദഗ്ധർക്കൊന്നും എന്താണ് ഈ വിചിത്രമായ പ്രതിഭാസത്തിന് പിന്നിലുള്ള കാരണമെന്ന് കണ്ടെത്താനായിട്ടില്ല. സ്വാഭാവികമായും ഇത്തരത്തിലൊരു സന്ദർഭത്തിൽ ഉണ്ടാകാൻ സാധ്യതയുള്ള അതീന്ദ്രിയമായ ശക്തികളുടെ കഥകളെല്ലാം തന്നെ പാലത്തെ ചുറ്റിപ്പറ്റി ഉയർന്നു നിൽക്കുന്നുണ്ട്. ഇതിൽ ഏറ്റവും പ്രശസ്തമായത് ലേഡി ഓഫ് ഓവർടൺ എന്ന പ്രേതത്തെക്കുറിച്ചുള്ളതാണ്. ഓവർടൺ ഹൗസ് എന്ന പ്രേത കൊട്ടാരത്തിനടുത്താണ് ഈ നൂറ്റാണ്ടുകളോളം പഴക്കമുള്ള പാലം. ഓവർടണിലെ വെളുത്ത സ്ത്രീയുടെ ആത്മാവാണ് ഇതിന് പിന്നിലെന്നും ആ പ്രേതത്തിന്റെ സാന്നിധ്യമാണ് നായകളെ താഴേക്ക് ചാടാൻ പ്രേരിപ്പിക്കുന്നത് എന്നുമാണ് ഇവിടുത്തെ ഒരു വിഭാഗം ജനങ്ങൾ പറയുന്നത്. ഏതാണ്ട് 500-ലേറെ വർഷം മുൻപ് ജീവിച്ചിരുന്ന ഇവർ പ്രിയപ്പെട്ട നായ ചത്തുപോയതിന്റെ പേരിൽ വിഷാദം മൂലം ആത്മഹത്യ ചെയ്തുവെന്നാണ് വിശ്വാസം. എന്നാൽ പാലത്തിന് താഴെയുള്ള മലയിടുക്കിൽ നിന്നുള്ള മണം നായ്ക്കളെ ആകർഷിക്കുന്ന ഒന്നാണ് ഇതിന് കാരണമെന്നും പറയപ്പെടുന്നു. ഈ മണം മൂക്കിലെത്തുന്നതോടെ ആകാംക്ഷയോ ആകർഷണമോ നിയന്ത്രിക്കാൻ കഴിയാതെ നായ്ക്കൾ എടുത്തു ചാടുകയാണ് ചെയ്യുന്നതെന്ന് പലരും പറയുന്നു. നീർനായ് ഇനത്തിലുള്ള മിങ്ക് എന്ന ജീവിയുടെ മണമാണ് ഇതെന്നാണ് പൊതുവെ വിശ്വസിക്കുന്നത്. ഈ മേഖലയിൽ സ്വാഭാവികമായി കാണപ്പെടാത്ത ജീവിയാണ് മിങ്കുകൾ. എന്നാൽ 1950കളോടെ ഓമനിച്ചു വളർത്തുന്നതായി കൊണ്ടുവന്ന മിങ്കുകൾ ഈ മേഖലയിൽ വ്യാപകമായി. വൈകാതെ കാടുകളിലും ഇവയുടെ സാന്നിധ്യം കണ്ടെത്തി. ഈ സമയത്ത് തന്നെയാണ് നായ്ക്കളിൽ ആത്മഹത്യാ പ്രവണത കണ്ടുവരുന്നത്. അതുകൊണ്ട് തന്നെ മിങ്കുകളും നായ്ക്കളുടെ ആത്മഹത്യയും തമ്മിൽ എന്തെങ്കിലും ബന്ധമുണ്ടാകാം എന്ന ആശയത്തിന് ബലം കൂടുന്നുണ്ട്. എത്ര ശക്തമായ മണമായാലും ഒരു നായ പോലും 15 മീറ്റർ ആഴത്തിലേക്ക് ചാടാൻ തയ്യാറാകില്ലെന്നാണ് വിദഗ്ധർ പറയുന്നത്. മാത്രമല്ല സ്കോട്ട്ലൻഡിലെ മറ്റു നദികളിലും നീർനായകൾ കാണപ്പെടുന്നുണ്ട്. പക്ഷേ ഈ പാലത്തിൽ നിന്ന് മാത്രം മണം പിടിച്ച നായ്ക്കൾ എന്തുകൊണ്ട് ചാടുന്നു എന്നതാണ് മറ്റൊരു ചോദ്യം. ഇവിടെ നിരവധി മനുഷ്യരും വീണ് മരിച്ചിട്ടുണ്ട്. പാലത്തിൽ നിന്നും താഴേക്ക് നോക്കിയപ്പോൾ തന്നെ ആരോ പിന്നിൽ നിന്നും തള്ളിയിടാൻ ശ്രമിച്ചതായി തോന്നിയതായി മതതത്വചിന്ത അധ്യാപകനായ പോൾ ഓവൻസൺ പറയുന്നു. 2 വർഷത്തിനു മുൻപാണ് തനിക്ക് ഈ അനുഭവം ഉണ്ടായതെന്നും ആ സമയത്ത് താൻ പാലത്തിന് മുകളിൽ ഒറ്റയ്ക്കായിരുന്നുവെന്നും ഓവൻസ് വ്യക്തമാക്കി. 1994-ൽ കെവിൻ മോയ് എന്നയാൾ തന്റെ 2 ആഴ്ച മാത്രം പ്രായമുള്ള പിഞ്ചുമകനെ ചെകുത്താൻ ബാധിച്ച കുഞ്ഞാണെന്ന് ആരോപിച്ച് പാലത്തിന് മുകളിൽ നിന്നും എറിഞ്ഞു കൊന്നു. പിന്നീട് ഇയാൾ പാലത്തിൽ നിന്നും ചാടി ആത്മഹത്യയ്ക്ക് ശ്രമിച്ചുവെങ്കിലും മരിച്ചില്ല. പിന്നീട് അയാൾ ഞരമ്പ് മുറിച്ച് ജീവൻ ഒടുക്കി. ഏതായാലും നായ്ക്കൾ ഈ പാലത്തിൽ നിന്ന് താഴേക്ക് ചാടുന്നത് വ്യക്തമായ ഒരു കാരണം കണ്ടെത്താൻ ഇതുവരെ സാധിച്ചിട്ടില്ല. ഇപ്പോൾ നിലനിൽക്കുന്ന വിശദീകരണങ്ങളെല്ലാം തന്നെ ഊഹാപോഹങ്ങൾ മാത്രമാണ്. ഏറ്റവും പുതിയ വാർത്തകളും വിശേഷങ്ങളും വിരൽത്തുമ്പിലറിയാൻ സീ മലയാളം ന്യൂസ് എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ലഭ്യം.